Today we'll discuss the second book of CPI 102. The block 2 deals with the role of industry bodies and voluntary consumer organizations. About the first unit, in the book, there are 3 separate units. The first unit deals with the role of industry bodies and voluntary consumer organizations. Okay, so industry body or ഇൻഡസ്ട്രി അസോസിയേഷൻ എന്നൊരു ടേം കേൾക്കുമ്പോൾ വാട്ട് ഇസ് ഇറ്റ്, അതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ആൻ ഇൻഡസ്ട്രി ബോഡി ഓർ അസോസിയേഷൻ ഇസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹാവിംഗ് എ കോമൺ പർപ്പസ്, ഇൻട്രസ്റ്റ് ഓർ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, പീപ്പിൾ ഹു ഹാവ് എ കോമൺ പർപ്പസ്, ദേ ആർ ഓൾ വർക്കിംഗ് ടുവേർഡ്സ് ദ സെയിം ഗോൾ, അല്ലെങ്കിൽ ദേ ഷെയർ ദി സെയിം ഇൻട്രസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, or they are engaged in similar activities. ഇങ്ങനെയുള്ള ആൾക്കാർ, they will form an organized group and that group is called industry body or association. Okay, അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി ബോഡി അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ there are a lot of industry bodies and associations, and some of the well-known large industry bodies of India are as follows. First one is the Federation of Indian Chambers of Commerce and Industry, Confederation of Indian Industry, then Associated Chambers of Commerce and Industry of India, then comes PhD Chambers of Commerce and Industry, and National Association of Software and Service Companies. So these are some of the well-known large industry bodies of India. അപ്പോൾ ഈ ഇൻഡസ്ട്രി ബോഡീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അസോസിയേഷൻസ് എല്ലാം എന്താണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഗോൾ, വാട്ട് ഈസ് ദിയർ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they all work towards strengthening the trust between the industry and consumers. ഇൻഡസ്ട്രിയും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും സോൾ പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. അപ്പൊ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, ട്രാൻസാക്ഷൻസിന് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ഇൻഡസ്ട്രി പ്രവർത്തിക്കരുത്. ഇൻഡസ്ട്രിയിൽ കുറച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള CSR ആക്ടിവിറ്റീസിലൊക്കെ ഇൻഡസ്ട്രീസ് എൻഗേജ് ചെയ്യണം. CSR സ്റ്റാൻഡ്സ് ഫോർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ അവരൊരു മേജർ എയിം ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വഴിയായിട്ടാണ് ഇൻഡസ്ട്രിയും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. Now, some of the common activities that these industry bodies or associations engage in. These common activities. One of the things that they do is they bring out various publications and bulletins relating to the economy, industry and business. അപ്പോൾ എക്കണോമിയെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ഓർ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ റിസർച്ച് ഫൈൻഡിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ബുള്ളറ്റിൻസ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ഫാക്ട്സ് പറയുന്ന കാര്യങ്ങൾ, ബിസിനസ് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ പബ്ലിക്കേഷൻസ് വഴിയായിട്ട്, ബുള്ളറ്റിൻസ് വഴിയായിട്ടൊക്കെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. സെക്കൻഡ്, മെനി ഇൻഡസ്ട്രി ബോഡീസ് ഓഫർ ഇവന്റ്സ്. പല ഇവന്റ്സ് അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ അസോസിയേഷൻ്റെ ഇവന്റിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വി ക്യാൻ collect a lot of information about the latest developments in that particular industry. Okay, what are the latest developments and all up-to-date information കിട്ടാനായിട്ടും then we will be able to establish networks അല്ലെങ്കിൽ new networks. അതായത് നമുക്ക് വേറൊരാളെ മീറ്റ് ചെയ്യാനായിട്ടും അവരുമായിട്ട് സംസാരിക്കാനും ഡിസ്കഷൻസിൽ എൻഗേജ് ചെയ്യാനായിട്ടും if we both share the similar ideas then we can enter into new partnerships with them. അപ്പം അങ്ങനെ നെറ്റ്വർക്കിംഗിലോട്ട് പോകാനായിട്ടുമൊക്കെ ഈ അസോസിയേഷൻ ഇവന്റ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ദീസ് ഇവന്റ്സ് എഡ്യൂക്കേറ്റ്, പ്രൊമോട്ട് ആൻഡ് ഗിവ് ഇൻഫർമേഷൻ ടു നോൺ മെമ്പേഴ്സ് ആൻഡ് അസോസിയേറ്റ്സ് അബൌട്ട് ദ ഇൻഡസ്ട്രി. അപ്പൊ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പറ്റി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ആ ഇൻഫർമേഷനെ പറ്റി കൂടുതലായിട്ട് നോൺ മെമ്പേഴ്സിനും അസോസിയേറ്റ്സിനും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ എയിം ബൈ the purpose for establishing events. Now, it helps in establishing a link between industries and political groups along with other activities. See, നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് ഇസ് ഇന്നെവിറ്റബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് എ ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ഫേവറബിൾ ആയിട്ടുള്ള പോളിസീസ് തരുകയും ഇൻസെൻറ്റീവ് സബ്സിഡീസ് വഴിയൊക്കെ ആയിട്ട് എൻകറേജ്മെന്റ് തരുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇൻഡസ്ട്രി പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സും തമ്മിൽ നല്ലൊരു
റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഈ അസോസിയേഷൻസ് എല്ലാം ഹെൽപ്ഫുൾ ആണ്. Then by joining and becoming a member of an industry body, it allows one to interact with like-minded individuals or organizations. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെയിം ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സിമിലർ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസിനെ മീറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനായിട്ടും ഈ ഇൻഡസ്ട്രി ബോഡീസ് വഴി പറ്റുന്നു. which can provide them with industry information and support. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈക്ക് മൈൻഡഡ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ we'll get the latest industry related information. We can also gain the support of those people. And it helps the members to network and get new customers or suppliers. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞ് അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും സപ്ലയേഴ്സിനെയും കൂടെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. And thereby make progress in the industry. ഒരു ഇൻഡസ്ട്രി ബോഡിയുടെ മെമ്പർ ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. Now we'll look into each of these industry bodies in detail. First one is Federation of Indian Chambers of Commerce and Industry, FICCI. But this was established in 1927. This is the largest and oldest business organization in India. ഇന്ത്യയിലുള്ള ഏറ്റവും വലുതും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. This is something which is not owned by the government and they do not have an intention of making profit. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് it is a non-government and not for profit organization. അപ്പം പ്രോഫിറ്റിന് വേണ്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല, അതുപോലെ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല ഇത്. എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ന്യൂ ഡൽഹി. ആർക്കൊക്കെ മെമ്പേഴ്സ് ആവാം? പീപ്പിൾ ഫ്രം ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് ക്യാൻ ബി മെമ്പേഴ്സ്. അതുപോലെ സ്മോൾ ബിസിനസ് ആയാലും ബിഗ് ബിസിനസ് ആയാലും യു ക്യാൻ ബി മെമ്പേഴ്സ്. യു കുഡ് ബി ഇൻ ദ സർവീസ് സെക്ടർ ഓർ മാനുഫാക്ചറിംഗ് സെക്ടർ, സ്റ്റിൽ യു ക്യാൻ ബി ദ മെമ്പേഴ്സ്. Now what are the functions? എന്തൊക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്ന ഫങ്ഷൻസ്? First one is role in policy making. അപ്പോൾ ഈ ഇൻഡസ്ട്രി റിലേറ്റഡ് പോളിസീസ് എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് they help in the formulation of economic and finance policies. They communicate with the government, the policy makers, the civil society, and then they help to put forward the various points of view regarding a particular policy. അപ്പം ഇൻഡസ്ട്രിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കൺസേൺസ് എന്താണ് എന്ന് മനസ്സിലാക്കി ആ കൺസേൺസ് ഗവൺമെന്റിനെ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിനെ അറിയിക്കാനായിട്ട് ഈ അസോസിയേഷന് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കൺസ്യൂമേഴ്സുമായിട്ട് സിവിൽ സൊസൈറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ഡിബേറ്റ്സ് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഡിസ്കഷൻസിന് വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുക്കാനൊക്കെ ഈ ഒരു അസോസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ത്രൂ ദാറ്റ് ദേ വിൽ ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് എക്കണോമിക് ആൻഡ് ഫിനാൻസ് പോളിസീസ്. Second is works mutually with similar associations of foreign countries. അപ്പം നമുക്കിവിടെ ഇവരെ ഉള്ള പോലെ ഫോറിൻ കൺട്രീസിൽ വേറെ അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് മ്യൂച്വലി എഗ്രിമെന്റിൽ എൻ്റർ ചെയ്ത് ടുഗെദർ ദേ വിൽ വർക്ക് ടുവേർഡ്സ് ട്രേഡ് എൻഹാൻസ്മെന്റ്സ് ആൻഡ് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ്. ട്രേഡ് എൻഹാൻസ്മെന്റിനും ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്സ് ക്രിയേറ്റ് ചെയ്യാനുമായിട്ട് ഫോറിൻ കൊളാബറേഷൻസിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. Third one provides guidance and education. See, guidance and education is offered by publishing various journals and bulletins. അല്ലേ? അപ്പോൾ ഈ ജേർണൽസിലൊക്കെ ലേറ്റസ്റ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കും, ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഇൻഡസ്ട്രി, ന്യൂ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ജേർണൽ വഴി അവർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്പനീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, റെലവെന്റ് ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. Now, in case there is any sort of a conflict in the industry, എന്തെങ്കിലും വഴക്കോ തർക്കങ്ങളോ ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ അത് സോൾവ് ചെയ്ത് പോവാനായിട്ടും ഇവര് ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നതാണ്, സോൾവ് ചെയ്യാനായിട്ട് ആസ് എ കോൺഫ്ലിക്റ്റ് റിസോൾവർ. Then conducts various programs and events. നമ്മൾ ഓൾറെഡി പറഞ്ഞു അസോസിയേഷൻസ് ആകുമ്പോഴത്തേക്ക് they will organize various events about as workshops or seminars or business meets or conference. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇവർ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ എൻഗേജ് ഇൻ ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് ഓൺ എക്സിസ്റ്റിംഗ് ആൻഡ് ഫോർത്ത് കമ്മിങ് പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഗവൺമെന്റ് പോളിസീസും ഇനി വരാൻ പോകുന്ന പോളിസീസിനെ പറ്റിയും ഡിസ്കഷൻസും ഡിബേറ്റ്സും എല്ലാം ഇവർ അറേഞ്ച് ചെയ്യാറുണ്ട്. Then assistance to government. See,
ഫോറിൻ കൺട്രീസുമായിട്ട് ട്രേഡ് നെഗോസിയേഷൻസിൽ എൻഗേജ് ചെയ്യാൻ ഗവൺമെന്റിനെ അവർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെമ്പർ അസിസ്റ്റൻസ്, മെമ്പേഴ്സിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് പോളിസി ഇംപ്രൂവ്മെന്റ്സിനും അപ്ഗ്രഡേഷനും വേണ്ടിയായിട്ടൊക്കെ ഉള്ള ആവശ്യമുള്ള ഹെൽപ്പ് അവർ കൊടുക്കുന്നതാണ്. ദെൻ ഇൻഫർമേഷൻ ഓഫ് എക്സ്പോർട്സ്, ഈ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഫോറിൻ ട്രേഡ് എന്നൊക്കെ അവർ അറിയിക്കാൻ ശ്രമിക്കാറുണ്ട്. Then invites and arranges talks with foreign business delegates. So foreign business delegatesമായിട്ട് ടോക്സ് കണ്ടക്ട് ചെയ്യും, അവരെ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതൊരു ഫങ്ഷൻ ആണ്. Now what are the benefits to the member organizations? ഈ ഒരു അസോസിയേഷൻ, ദാറ്റ് ഇസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മെമ്പേഴ്സ് ആയ ഓർഗനൈസേഷൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഓർഗനൈസേഷൻ പലതരത്തിലുള്ള ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് വർക്ക്ഷോപ്സ്, സെമിനാർസ്, കോൺഫറൻസ്, ട്രേഡ് ഫെയർസ്, എക്സിബിഷൻ ഒക്കെ. അപ്പൊ ഇതിലെല്ലാം മെമ്പർ ഓർഗനൈസേഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നു. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് വൺ, ഐ സെ ദേ വിൽ ബി ഇഷ്യൂയിങ് വേരിയസ് പീരിയോഡിക്കൽ ജേർണൽസ് ആൻഡ് ബുള്ളറ്റിൻസ്, റിപ്പോർട്ട്സ്, റിസർച്ച് പേപ്പേഴ്സ് എക്സെട്ര. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം ഇവരുടെ ഇൻഫർമേഷൻ ലൈബ്രറിയിൽ നിന്നും മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ, പോളിസി മേക്കിങ്ങിൽ അവർ അസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇഫ് യു ആർ എ മെമ്പർ ഓഫ് ദിസ് പെർട്ടിക്കുലർ അസോസിയേഷൻ, you can participate in formulating the economic and industrial policy because you get a link with the government ആയിട്ടും policy makers ആയിട്ടും industry members and civil society ആയിട്ട് ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഈ അസോസിയേഷൻ ഓരോ പോളിസീസ് എൻഗേജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നമുക്കൊരു അവസരം അവിടെ കിട്ടുന്നുണ്ട്, ഇൻ ഫേവർ ഓഫ് എ പെർട്ടിക്കുലർ പോളിസി ഓർ അഗേൻസ്റ്റ് എ പെർട്ടിക്കുലർ പോളിസി. Then as a member of the large business networking community, one can work with other players in the industry to achieve maximum results. So networking is very important for the existence of your business. We have to meet new people. We have to find people who have the same goals or aims as we have, and then we have to collaborate with them. അവരുമായിട്ട് ഒരുമിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ്റെ മെമ്പർ ആകുമ്പം ലൈക്ക് മൈൻഡഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഫൈൻഡ് ഈച്ച് അതർ ഈസിലി. നമുക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഈസിയർ ആയിരിക്കും ഇഫ് വി ബിക്കം എ മെമ്പർ ഓഫ് ദി ഓർഗനൈസേഷൻ. വാട്ട് ആർ ദ അലൈഡ് ഓർഗനൈസേഷൻസ് ഓഫ് FICCI? First one is Confederation of Indian Food Trade and Industry. As the name suggests, ഇത് ഇന്ത്യൻ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ടും പ്രൊമോഷന് വേണ്ടിയായിട്ടും സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഹെൽപ്പോടു കൂടിയും ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് അവർ ഇന്ത്യൻ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയായിട്ട് സെറ്റപ്പ് ചെയ്ത ഒരെണ്ണമാണ്. രണ്ടാമത്തത് സ്പിക്കി ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ട്രിബ്യൂണൽ, FACT. അപ്പോൾ ഫാക്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എനി ബിസിനസ് ഡിസ്പ്യൂട്ട്സ്, നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്, വി അപ്രോച്ച് ദി കോർട്ട് ഫോർ സെറ്റിൽമെന്റ്. അപ്പോൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്സ് എൻകറേജ് ചെയ്യാനും അതിൽ ആർബിട്രേഷനും കൺസിലേഷനും നടത്താനായിട്ടും ഫാക്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവർ, കോൺഫ്ലിക്റ്റ് റിസോൾവർ ആയിട്ട് നിന്നുകൊണ്ട് ദേ ട്രൈ ടു സെറ്റിൽ ദി ഡിസ്പ്യൂട്ട്സ് ആസ് എ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. ദെൻ ലേഡീസ് ഓർഗനൈസേഷൻ ആണ്. അത് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലുള്ള വിമന്റെ ഓൺടർപ്രണർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ലേഡീസ് ഓർഗനൈസേഷൻ. They promote entrepreneurship and specialized excellence among women in India. Next is Aditya Birla CSR Center for Excellence. അപ്പോൾ what do they do? ഇത് ആദിത്യ ബിർള ഗ്രൂപ്പുമായിട്ട് അവർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ബെസ്റ്റ് CSR ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന കമ്പനീസിന് ഒരു അവാർഡ് അവർ കൊടുക്കുന്നതായിരിക്കും. അപ്പം ദാറ്റ് ഈസ് വാട്ട് ദേ ട്രൈ ടു ഡു ത്രൂ ദിസ് അസോസിയേഷൻ. അവർ CSR ആക്ടിവിറ്റീസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള
പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആദിത്യ ബിർള CSR Center for Excellence എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Then CMSME. MSME stands for Micro, Small, Medium Enterprise. We all know what that is. അപ്പോൾ ഇവരെന്തായിരിക്കും ചെയ്യുന്നത്? Confederation of MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they aim to connect MSMEs with mentors, incubators and accelerators and assist them through capacity building programs and services. See, ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MSME യൂണിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത്രത്തോളം ടെക്നിക്കൽ നോഹാവും കാര്യങ്ങളും എക്സ്പെർട്ടൈസും ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ചെറുകിട കച്ചവടക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മെന്റേഴ്സിന്റെ ആവശ്യമുണ്ട് ഫോർ പ്രോപ്പർ ഗൈഡൻസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പൊ ഈ മെമ്പേഴ്സുമായിട്ട് വെക്കുക. അതുപോലെ നമുക്കൊരു ബിസിനസ് ഐഡിയ ആണുള്ളത്, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇൻക്യുബേറ്റേഴ്സിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ ഇൻക്യുബേറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ആക്സിലറേറ്റേഴ്സുമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ MSMEയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ടുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത ഓർഗനൈസേഷനാണ് CMSME എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കാസ്കേഡ്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ Committee Against Smuggling and Counterfeiting Activities Destroying Economy. അപ്പോൾ സ്മഗ്ലിംഗ്, യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ദ ടേം. വാട്ട് യു മീൻ ബൈ കോൺട്രബാൻഡ് ആൻഡ് കൗണ്ടർഫീറ്റ്? കോൺട്രബാൻഡ് എന്ന് പറയുമ്പോൾ ഇല്ലീഗൽ ആയിട്ട് നമ്മൾ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്ത പ്രോഡക്ട്സ്, അല്ലെങ്കിൽ കൗണ്ടർഫീറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കോപ്പീസ് അല്ലെ, അതായത് ഒറിജിനൽ അല്ല, ഒറിജിനലിനെ പോലെ തോന്നിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോപ്പീസ് ആളുകളെ പറ്റിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസിനെ പറ്റി ആളുകളെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ അവെയർ ആക്കാൻ വേണ്ടിയായിട്ട് അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിൻ്റെ അടുത്തൊക്കെ ഈ ഒരു കാര്യം പറ്റി കുറച്ചും കൂടെ ഒന്ന് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് കാസ്കേഡ്, കമ്മിറ്റി അഗെയിൻസ്റ്റ് സ്മഗ്ലിംഗ് ആൻഡ് കൗണ്ടർഫീറ്റിംഗ് ആക്ടിവിറ്റീസ് ഡിസ്ട്രോയിങ് ഇക്കോണമി. അപ്പൊ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓർഗനൈസേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. Second one is Confederation of Indian Industry, which is abbreviated as CII. So CII was established in 1895. അതും ഒരു non-government, not-for-profit, industry-led and industry-managed organization ആണ്. It is not owned by the government. Its aim is not to earn profit. It is led and managed by the industry. Now, what is the main function of CII, or Confederation of Indian Industry? It is to create and sustain an environment conducive to the development of India by partnering with industry, government, and civil society through an advisory and consultative process. So what they aim to do is they try to create a friendly environment for the development of business. How do they create that environment? They engage in collaborating with industry, the government, and civil society, and they seek the advice and consult with them, and then help to create a environment which is supportive to business. അപ്പോൾ ഗവൺമെന്റുമായിട്ടും ഇൻഡസ്ട്രി ആയിട്ടും സിവിൽ സൊസൈറ്റിയും ആയിട്ടൊക്കെ ക്ലബ് ചെയ്ത് അഡ്വൈസറി ആൻഡ് കൺസൾട്ടീവ് പ്രോസസ് ഒക്കെ നടത്തി അവരൊരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് Confederation of Indian Industry. Then it emphasizes industry's role in partnering with the government to build and aspirate competitiveness across sectors, with the goal being sustained global competitiveness. See, industry development ആണ് obviously അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം അക്രോസ് വേരിയസ് സെക്ടേഴ്സ് ബിസിനസിന്റെ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബിക്കം മോർ കോമ്പറ്റീറ്റീവ് ആകുമ്പോഴത്തേക്കും വി ഷുഡ് make sure that we engage only in sustain global competitiveness. That is, globally നമുക്ക് MNCs ഒക്കെ ആയിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റണം. but at the same time sustainable development ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി എൻവയൺമെന്റ് ഇഷ്യൂസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ, ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Now, ഇവർ ഫോക്കസ് ചെയ്യുന്ന കീ ഏരിയാസ് ഉണ്ട്. The main 6 areas in which CII focuses ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, it is human development, corporate integrity and good citizenship, ease of doing business, innovation and technical capability, sustainability, integration with the world. ഇത്രയും ഏരിയാസിലാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. So moving on to the next slide, we'll discuss the
മേജർ ഇനിഷ്യേറ്റീവ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയുള്ള ബാക്കി കുറേ ഡീറ്റെയിൽസും കൂടെ നോക്കാനായിട്ടുണ്ട്. What are the major initiatives by CII? First is they will arrange international conferences. International conferences arrange ചെയ്യുന്നത് so that they can work towards keeping their members up to date with contemporary global standards and emerging trends. The global standards എന്തൊക്കെയാണ്, what are the emerging trends എന്നൊക്കെ അവരുടെ മെമ്പേഴ്സിന് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ കോൺഫറൻസസ് CII അറേഞ്ച് ചെയ്യുന്നത്. Now CII has 4 missions and they have launched 2 campaigns. അതിന്റെ മിഷൻസിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് വൺ is manufacturing innovation. See, in order to survive in the cutthroat competition, we need innovation. അപ്പോൾ ഈ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് നോവൽ, സംതിങ് ന്യൂ വിച്ച് ഹാസ് നെവർ ബീൻ ട്രൈഡ് ബിഫോർ, സംതിങ് വിച്ച് ഇസ് നോട്ട് നോൺ ടു എനിവൺ എൽസ്. അപ്പം അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന പ്രാക്ടീഷണേഴ്സുമായിട്ട് ഇവര് ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യുകയും അതുവഴിയായിട്ട് ഒരു ലേണിംഗ് സെഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദാറ്റ് people can engage in innovative activities. കൂടുതൽ ഇപ്പോഴത്തെ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്, ഇനി വാട്ട് ആർ ദ പൊട്ടൻഷ്യൽസ് എന്നൊക്കെ ഉള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഫസ്റ്റ് മിഷൻ. സെക്കൻഡ് വൺ ഇസ് നോളേജ് ആൻഡ് സ്കിൽ. സി, ഇന്നോവേറ്റീവ് ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് ഡിമാൻഡ് നിലനിർത്താനായിട്ട് പറ്റൂ. സെക്കൻഡ് മിഷൻ നോളേജ് ആൻഡ് സ്കിൽസ്. വി നീഡ് ദ ടെക്നിക്കൽ നോളേജ്, വി നീഡ് ടു അക്വയർ ദ സ്കിൽസ്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യുന്ന നോളേജ് ആൻഡ് സ്കിൽസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു അവർ entrepreneurs also. Third is sustainable development. See, sustainable development എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൊമെന്റം ഓഫ് ഗ്രോത്തിനെ ഒരു രീതിയിലും ഇമ്പാക്ട് ചെയ്യാതെ അറ്റ് ദ സെയിം ടൈം ഒരു സസ്റ്റൈനബിൾ ബിസിനസ് ഐഡിയനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് തേർഡ് മിഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് ഇസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പൊ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഗ്രോത്ത്. അപ്പൊ നമ്മൾ ഓൾ സെക്ടേഴ്സ്, എല്ലാ സെക്ടറിലും ഉള്ള ആൾക്കാരെ ഈ ഒരു ഓൺട്രപ്രണറിയൽ ഏരിയയിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഇപ്പോൾ എന്താണ് കാർപ്പറ്റ് വീവിങ് ആയാലും പോട്ടറി ആയാലും ഹാൻഡ്ലൂംസ് ആയാലും ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ആയാലും ആ സാധനങ്ങൾ ചെയ്ത് വിൽക്കുന്നവരെയും ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ആ ഇൻഡസ്ട്രീനെയും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഫോർത്ത് മിഷൻ എന്ന് പറയുന്നത്. Now they have launched 2 campaigns. The first one is Brand India campaign. അത് ഇന്ത്യനെ നമ്മളൊരു ബ്രാൻഡ് ആക്കി ക്യാമ്പയിൻ ചെയ്യാനായിട്ട് നോക്കി. വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ ബ്രാൻഡ് നെയിം ഫോർ ഇന്ത്യ. അപ്പൊ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അത് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇന്ത്യ ഈസ് എ റിലയബിൾ പാർട്ട്ണർ എന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ആളുകളുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ക്യാമ്പയിന്റെ ഇന്റൻഷൻ. സെക്കൻഡ് വൺ ഇസ് ഇന്റഗ്രിറ്റി ഇന്ത്യ ക്യാമ്പയിൻ. അപ്പൊ ഇതിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അതായത് SC ST അങ്ങനെയുള്ള ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിനെയൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് വേരിയസ് ഇനിഷ്യേറ്റീവ്സ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നു ആസ് പാർട്ട് ഓഫ് ദി സെക്കൻഡ് ക്യാമ്പയിൻ. ദീസ് ആർ ദ മേജർ ഇനിഷ്യേറ്റീവ്സ് ബൈ CII. We have to see what are the different roles. The different roles of CII ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ആൻഡ് സ്ട്രെങ്തൻ ഇൻഡസ്ട്രീസ് റോൾ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. സോ ഹൗ ഡസ് ദിസ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലാക്കി ആ ഒരു ഏരിയയിലോട്ട് ഇൻഡസ്ട്രീനെ പിന്നെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റോൾ ഓഫ് CII. Second, they act as a channel in bringing about the growth and development of Indian industry. Indian industry development and growth ആണ് അവരുടെ സെക്കൻഡ് എയിം. Third, emphasize industry's commitment to society. See, they are committed towards the society. അതുകൊണ്ടാണ് അവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്, എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് പറയുന്നതും ഒക്കെ ബിക്കോസ് they are committed towards the society. Then provide up-to-date information and data to industry and government. Various events organize ചെയ്യുമ്പം അല്ലെങ്കിൽ ബുള്ളറ്റിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോഴെല്ലാം they are giving up-to-date information through international conferences and all. They are giving up-to-date information to both the industry and the government.
The next is create awareness and support industry's efforts on quality, environment, energy management, and consumer protection. അപ്പോൾ മെയിൻ ഏരിയാസ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയോട് നമ്മൾ ഏതൊക്കെ ഏരിയാസിൽ ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത്, ഫസ്റ്റ് ദേ ഷുഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി, സെക്കൻഡ് ദേ ഷുഡ് നോട്ട് ഹാം ദി എൻവയൺമെന്റ് ഇൻ എനി വേ, ദെൻ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, എനർജി എഫിഷ്യൻസി കൊണ്ടുവരണം, എനർജി മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഈ ഏരിയാസിലെല്ലാം ഇൻഡസ്ട്രിയുടെ എഫേർട്സിന് സപ്പോർട്ട് കൊടുക്കാനായിട്ടും അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും CII ശ്രമിക്കുന്നുണ്ട്. Then identify and address the special needs of small sector to make it more competitive. നമ്മൾ പറഞ്ഞു മാർജിനലൈസ്ഡ് ഉള്ള ആൾക്കാർ, മാർജിനലൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ്, കാർപ്പറ്റ് വീവിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഹാൻഡ്ലൂംസ്, ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മൈക്രോ അല്ലെങ്കിൽ സ്മോൾ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മുമ്പോട്ട് വരാനായിട്ട് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ട്. സോ ദേ ട്രൈങ് ടു മേക്ക് ദ സ്മോൾ സെക്ടർ മോർ കോമ്പറ്റീറ്റീവ്. Then promote cooperation with counterpart organizations, work towards a globalization of Indian industry and integration into the world economy. See, അപ്പോൾ നമ്മളെപ്പോലെ തന്നെയുള്ള ഔട്ട്സൈഡ് ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പോവുക. എന്നിട്ട് അതുപോലെ ഗ്ലോബലൈസേഷൻ ആണ് അവരുടെ മെയിൻ എയിം, വേൾഡ് എക്കണോമി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതൊക്കെയാണ് CII പ്ലേ ചെയ്യുന്ന ഡിഫറെന്റ് റോൾസ്. With that, we completed 2 industry bodies. Next one is association. Associated Chambers of Commerce and Industry of India. Okay, but this is the third well-known industry body in India. First, it was established in 1920. 1920 lana idu establish cheythu. Associated Chambers of Commerce and Industry of India is an apex trade association of India. ഇന്ത്യയിലുള്ള ട്രേഡ് അസോസിയേഷൻസിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ്. Established in 1920. Head office New ഡൽഹിയിലാണ്. We have got regional offices in Ahmedabad, Bangalore and Kolkata. Now, what is the goal? Their main aim is to promote both domestic and international trade. Trade domestic ആയാലും international ആയാലും promote ചെയ്യുക. Promote ചെയ്യാനായിട്ട് they try to reduce trade barriers, okay, and they try to create a favorable environment for the growth of trade and industry of India. So what are trade barriers? See, ഓരോ കൺട്രിയിലും നമ്മൾ എന്തെങ്കിലും സെൽ ചെയ്യാനോ ബൈ ചെയ്യാനോ പോകുമ്പോൾ ഇപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിന് അവർ ചിലപ്പോൾ ടാക്സേഷൻ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ പറയും ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ദി ഗുഡ്സ് മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ കൺട്രിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെ, അവരൊരു ലിമിറ്റ് സെറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് ട്രേഡ് ബാരിയേഴ്സ് ഓരോ കൺട്രിയും സെറ്റപ്പ് ചെയ്യും ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ ഡൊമസ്റ്റിക് കമ്പനീസ്. അവരുടെ രാജ്യത്തുള്ള കമ്പനീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പുറത്തു നിന്ന് വരുന്ന ഫോറിൻ കമ്പനീസിന്റെ പ്രോഡക്ട്സിന് അവർ ഓരോ ബാരിയേഴ്സ് സെറ്റ് ചെയ്യും. ടാക്സ് ചാർജ് ചെയ്യുന്ന പറയും, സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് പറയും, ലൈസൻസ് എടുക്കണം എന്ന് പറയും, അങ്ങനെയൊക്കെ കുറെ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടുള്ള ബാരിയേഴ്സ് കാണും. അപ്പൊ ഈ ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനും ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഫേവറബിൾ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. Now, who are the members? Both those who engage in national and international trade, those who are members of the industry, who engage in both domestic and international business, and professionals, chartered accountants, lawyers, consultants, ivarellam idinte members aanu. So what is the role? Okay, what is the role of this particular organization or industry body? Appo adile first one, it is geared up to leverage its strength in understanding of various global markets and provide strategies and opportunities to its members for overall development and optimized usage of knowledge-based resources. See, every ചെയ്യുന്നതെന്ന് വെച്ചാൽ they are going to study the global market. Global market, അതായത് വേൾഡിലുള്ള എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ആണ് ഇനി പൊട്ടൻഷ്യൽ ഉള്ളത്, വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു അസ്, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ദാറ്റ് യു ഷുഡ് അഡോപ്റ്റ് എന്നൊക്കെ ഉള്ള വാല്യുബിൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് പകർന്നു കൊടുക്കുകയാണ് ഇവരുടെ മെമ്പേഴ്സിന്. അപ്പം they can act based upon the knowledge that they get from the particular association. Then the key areas that the chamber has focused on is
India as investment destination. They're trying to attract investments to India. അല്ലെ, ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്ത് ഇന്ത്യനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. വി ആർ ട്രൈങ് ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ അവർ ബിസിനസ്. ദെൻ അച്ചീവിങ് ഇന്റർനാഷണൽ കോമ്പറ്റേറ്റീവ്നെസ്. നമ്മുടെ പ്രോഡക്ട്സ് ഇന്റർനാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ബെറ്റർ ക്വാളിറ്റി ആൻഡ് റീസണബിൾ പ്രൈസിങ് ആണ് അവർ എയിം ചെയ്യുന്നത്. പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ ട്രേഡ്. എക്സ്പോർട്സും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ടു എൻഗേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. എക്സ്പോർട്സ് ചെയ്താൽ മാത്രമേ ഫോറിൻ കറൻസീസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഏൺ ചെയ്യുന്ന ഫോറിൻ കറൻസി വെച്ചാണ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ്സ് നടത്തുന്നത്. സോ എക്സ്പോർട്സ് ഫെസിലിറ്റേറ്റ് ഇമ്പോർട്സ്. ദാറ്റ് ഇസ് വൈ ദേ ആർ ട്രൈങ് ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ ട്രേഡ്. ദെൻ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വാല്യൂ. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? വൺസ് ദ പ്രോഫിറ്റ് ഇംപ്രൂവ്സ്, ഓഫ് കോഴ്സ് യുവർ ഷെയർ വാല്യൂ ഇസ് ഗോയിങ് ടു increase and the stakeholders will get better returns. Stakeholders എന്ന് പറഞ്ഞാൽ those who are interested in the business, അല്ലെ? അതായത് ഇപ്പൊ നിങ്ങളുടെ ബാങ്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കാം, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, മാനേജ്മെന്റ് ആയിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കാം, whoever it is. ഇവർക്ക് എല്ലാവർക്കും ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ടുണ്ട്. മാനേജ്മെന്റിന് പ്രോഫിറ്റ് കിട്ടാനായിട്ടുണ്ട്, ഗവൺമെന്റിന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുണ്ട്, ബാങ്കേഴ്സിന് അവർ കൊടുത്ത ലോണിന് വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടാനായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ മെമ്പേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് അവർക്ക് കിട്ടേണ്ട റിട്ടേൺസിന് വാല്യൂ ഇൻക്രീസ് ചെയ്യുക ത്രൂ അഡോപ്റ്റിംഗ് വേരിയസ് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ്. അപ്പം ഇൻഡസ്ട്രീനെ ഓൾ ഓവർ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. Then to develop Indian infrastructure and enhance competitiveness. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലേ? ഇപ്പൊ സീ പോർട്ട്, എയർപോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ കൂടുതലും എൻഗേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കോമ്പറ്റേറ്റീവ്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യുക. It's working towards creating a conducive environment for Indian business to compete globally. ഇപ്പം ഇന്ത്യൻ ബിസിനസ്സിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ബിസിനസ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക so that they can compete globally. ഇതാണ് അതിന്റെ മെയിൻ. Then what are the functions? അപ്പോൾ മെയിൻ ആയിട്ട് 4 functions ആണ് ഉള്ളത്. First one is providing roadmap for pragmatic growth. So the first one is providing roadmap for pragmatic growth. Pragmatic എന്ന് പറയുന്നത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? A realistic, a sensible way of embracing growth. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. See, there are various factors that leads towards the growth of a business. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഹ്യൂമൻ റിസോഴ്സ്. So our country is blessed with a good percentage of youth who are capable of carrying out both technical as well as other jobs, അല്ലേ? അപ്പം നമുക്കൊരു യൂത്ത് ഓറിയന്റഡ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ യങ് ഹൈലി സ്കിൽഡ് മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ മാൻ പവറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആൻഡ് ദാറ്റ്ബൈ അച്ചീവ് ദി എയിം ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അതാണ് ഫസ്റ്റ് ഇന്റൻഷൻ ഓർ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ജനറേറ്റിംഗ് കോൺസെൻസസ് ഓൺ കോർ ഇഷ്യൂസ്. ഇതിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ്, പക്ഷെ വി ഷുഡ് ബി പ്രൂഡന്റ് ആൻഡ് വി ഷുഡ് മെയിൻറ്റെയിൻ ഫിസിക്കൽ ഡിസിപ്ലിൻ. ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പം എവര് ഇന്റർനാഷണൽ ട്രേഡ് എൻകറേജ് ചെയ്യുന്നുണ്ട്, അത് ഒരു ഫിസിക്കൽ ഡെഫിസിറ്റിൽ പോയി നിൽക്കരുത്. ഫിസിക്കൽ ഡെഫിസിറ്റ് എപ്പോഴാണ് വരുന്നത്? വെൻ യുവർ ഇമ്പോർട്ട് എക്സീഡ്സ് യുവർ എക്സ്പോർട്ട്, അല്ലെ? നമ്മൾ കയറ്റി വിടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ ഡെഫിസിറ്റിൽ കൊണ്ടെത്തും. അപ്പൊ അങ്ങനെ വരരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി കെയർഫുൾ ആൻഡ് കോഷ്യസ് വെൻ വി ആർ എൻഗേജിങ് ഇൻ ട്രേഡ്. അപ്പൊ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അപ്പൊ ഈ ഏരിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേ ഫോക്കസിങ് ഓൺ സം ഏരിയാസ് സച്ച് ആസ് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ്ലി ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യത്തക്ക ഉള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ മാത്രമേ ഒരു കമ്പനിയുടെ ഷെയർസിന്റെ വാല്യൂ കൂടത്തുള്ളൂ. ഷെയർസിന്റെ വാല്യൂ കൂടുമ്പോൾ മാത്രമേ അതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം കൂടുതൽ റിട്ടേൺസ് കിട്ടത്തുള്ളൂ. ദെൻ മേർജേഴ്സ് ആൻഡ് അക്വിസിഷൻസിൽ നമ്മൾ നോക്കണം. വേറെ ഫോറിൻ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ തന്നെ രാജ്യത്തുള്ള കമ്പനീസ് തമ്മിലുള്ള മേർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്. ദെൻ നാനോ ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി, ബിസിനസ് ആൻഡ് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, കോർപ്പറേറ്റ് ഗവൺമെന്റ്സ്, റിന്യൂവബിൾ എനർജി, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നീ ഏരിയകളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവര്
സെപ്പറേറ്റ് കമ്മിറ്റീസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റീസ് വേരിയസ് സെഷൻസ് വഴി ഡിസ്കഷൻസ് നടത്തിയ ശേഷമാണ് ഈ ഓരോ ഏരിയയിലും അവർ ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് നർച്ചറിങ് ഐഡിയാസ് ടു കാറ്റലൈസ് ഗ്രോത്ത്. എവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഐഡിയാസ് ജനറേഷൻ ഏത് വഴിയാണ്? നമ്മൾ പല എന്താണ് സ്റ്റഡീസ് നടത്തുമ്പോൾ, സർവേസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സിൽ നിന്നുമൊക്കെ നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കറണ്ട് ഇഷ്യൂസ് ഏതൊക്കെയാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡീസ്, സർവേസ് ആൻഡ് റിസർച്ച് പേപ്പേഴ്സ് ഇറക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാത്രമല്ല, ദേ ആർ ഓതറൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, സർട്ടിഫൈ കമേഴ്ഷ്യൽ ഇൻവോയ്സസ്, റെക്കമെൻഡ് ബിസിനസ് വിസ. ഇതെല്ലാം അവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഓഫേർഡ് ബൈ ദിസ് പെർട്ടിക്കുലർ ബിസിനസ് ബോഡി. ദെൻ ഇൻസൈറ്റ് ഇൻ ടു ന്യൂ ബിസിനസ് മോഡൽസ്. അപ്പൊ ലേറ്റസ്റ്റ് മോഡൽസുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദേ try to promote India as an investment destination. They try to achieve international competitiveness. International trade promote ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്നുണ്ട്. ദെൻ ഇന്ത്യസ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന ഗവൺമെന്റ് പോളിസീസ് ഇറക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യൻ MNCസിനെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ബിസിനസ് ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് മോഡൽസ് പുതിയത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, ന്യൂ ലേറ്റസ്റ്റ് സ്ട്രാറ്റജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ അസോസിയേഷൻ ശ്രദ്ധിക്കാറുണ്ട്. Now, what are the services offered to members by association? It provides assistance to trade and industry in becoming competitive in national and international market. Products in national and international market കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കാനായിട്ട് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Now, international trade പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. How? By arranging meetings and visiting foreign business delegates. അപ്പോൾ ബിസിനസ് ഡെലിഗേറ്റ്സ്, ഫോറിൻ അബ്രോഡ് ഉള്ള ബിസിനസ് ഡെലിഗേറ്റ്സുമായിട്ട് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യും, അവരെ പോയി കാണുകയും ഡിസ്കഷൻസിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രേഡ് ഫെയർസ്, എക്സിബിഷൻസ് ആൻഡ് ബിസിനസ് ഡെലിഗേഷൻസ് അബ്രോഡ്. അപ്പം ഈ എക്സിബിഷൻസിലും ഫെയർസിലും ഒക്കെ പോകുമ്പോൾ അവർക്ക് കൂടുതൽ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആയിട്ട് വരുന്നു. അറ്റ് ദ സെയിം ടൈം അവരുടെ പ്രോഡക്റ്റിന് കൂടുതൽ കസ്റ്റമേഴ്സിനെയും സപ്ലയേഴ്സിനെയും ഒക്കെ കിട്ടാനും നമുക്ക് പോസിബിൾ ആണ്. Then it helps in arranging close interaction with the association's renowned members, central and state government, international agencies and academia. അപ്പോൾ ഇതിൻ്റെ തന്നെ മെമ്പേഴ്സ് തമ്മിലും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലും ഇന്റർനാഷണൽ ഏജൻസീസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ വഴി മെമ്പേഴ്സിന് പറ്റുന്നുണ്ട്. പിന്നെ ഇവർ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് on various areas such as industrial growth, monetary and fiscal policy, exchange rate policy, economic planning, taxation and corporate laws എന്നീ ഏരിയാസിലൊക്കെ അസിസ്റ്റൻസ് വേണം എന്നുള്ളപ്പം അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് മെമ്പേഴ്സിന്. Then they engage in creating awareness and gathering public support regarding specific aspects of business for overall business development. അപ്പോൾ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആസ്പെക്ട്സ് വേണം എന്നുള്ളപ്പോൾ അതിനെപ്പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പബ്ലിക്കിന്റെ സപ്പോർട്ട് ഗ്യാദർ ചെയ്യാനായിട്ടും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ പബ്ലിക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. Then it helps in analysis of legislation, helping policy makers, foreign investors, trade and industry. പോളിസി റിലേറ്റഡ് ആസ്പെക്ട്സ് അവരെ പോളിസി സെറ്റ് ചെയ്യാനായിട്ട് പോളിസി മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിക്ക് വേണ്ട കംപ്ലീറ്റ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഈ ഒരു അസോസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It acts as a platform to interact and gain professional knowledge. അപ്പോൾ നോളജ് അക്വയർ ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. നോളജ് അവർക്ക് കിട്ടുന്നത് ബൈ അറ്റൻഡിങ് ദ സെമിനാർസ്, വർക്ക്ഷോപ്സ്, റൗണ്ട് ടേബിൾ മീറ്റിംഗ്സ് ഒക്കെ വഴിയായിട്ട് നോളജ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേരിയസ് സെമിനാർസും വർക്ക്ഷോപ്സും ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ലീൻ ഓപ്പറേഷൻ പ്രാക്ടീസസിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ISO 14000, അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നമ്മുടെ പ്രോഡക്റ്റിനായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് ഈസിയർ ഫോർ us ടു എൻഗേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എന്നൊരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ us.
അതുപോലെ തന്നെ ഡിമാൻഡിനനുസരിച്ച് മാത്രം മാനുഫാക്ചർ ചെയ്യുക. ഒരുപാട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മാർക്കറ്റ് അന്വേഷിച്ച് നടക്കുന്നേക്കാൾ ഇറ്റ് ഈസ് വൈസ് ടു ഡു ദാറ്റ്. ദെൻ എനർജി എഫിഷ്യൻസി, എനർജി കൺസർവേഷന് വേണ്ടിയായിട്ടും എനർജി വേസ്റ്റേജസ് കുറയ്ക്കാനായിട്ടുമുള്ള എഫേർട്സ് എടുക്കുക. അടുത്തത് ഇറ്റ് ആക്ട്സ് എസ് എ മീഡിയേറ്റർ ഇൻ ദ റെഡ്രസൽ ഓഫ് ജനറൽ കോമൺ പ്രോബ്ലംസ്. ഇനി മെമ്പേഴ്സ് തമ്മിലും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവൽസിലോ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒക്കെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. It also provides services to entrepreneurs in setting up new projects and technology upgradation. Latest projects and technologies സെറ്റപ്പ് ചെയ്യാനായിട്ട് entrepreneursനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് അസോസിയേഷൻ ബിസിനസ് ഡയറക്ടറി. ഇനി മെമ്പേഴ്സിന്റെ, ഈ ഒരു പെർട്ടിക്കുലർ അസോസിയേഷന്റെ മെമ്പേഴ്സിന്റെ കംപ്ലീറ്റ് അഡ്രസ്, ടെലിഫോൺ ഓർ ഫാക്സ് നമ്പേഴ്സ്, ഇമെയിൽ ID, നെയിം ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ്, മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവരുടെ ബിസിനസ് ഡയറക്ടറിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡയറക്ടറി വഴിയായിട്ട് നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇയർലി ആണ് ഇവരിത് പബ്ലിഷ് ചെയ്യുന്നത്, ഈ ഡയറക്ടറി. ഇത് ഇവര് എംബസീസിനും ഹൈ കമ്മീഷൻസിനും ബാക്കി ഓർഗനൈസേഷൻസ് അബ്രോഡിനും ഒക്കെ ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഈ ഫോറിനേഴ്സിന് വേണമെങ്കിലും സിമിലർ ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കൺസേൺഡ് ആളിനെ കോൺടാക്ട് ചെയ്യാനായിട്ടും അങ്ങനെയുള്ളവരെ പറ്റി അറിവ് കിട്ടാനായിട്ടും ഈ ഡയറക്ടറി വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ വൈഡ് പബ്ലിസിറ്റി, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിനെല്ലാം ഈ ഡയറക്ട്ലി അവരുടെ പേരും ഡീറ്റെയിൽസും വരുന്നത് വഴി അവർക്ക് ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ അത്. നെക്സ്റ്റ് PhD ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. So PhD Chambers of Commerce and Industry was established in 1905. Okay. Initially, അതിന്റെ ഓഫീസ് ഓൾഡ് ഡൽഹിയിലെ ചാന്ദി ചോക്കിലായിരുന്നു. Later, it was shifted to the premises of PhD House in Sri Fort Institutional Area, ന്യൂ ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി PhD Chamber of Commerce and Industry അതൊരു ഇംഗ്ലീഷ് മാൻ്റെ ഐഡിയയുടെ ബേസിസിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇറ്റ് വാസ് the origin of the idea as well as its implementation was by an Englishman named James Curie Jr. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം വെച്ച് പുള്ളിക്കാരൻ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു അസോസിയേഷൻ ആണ് ഇത്. ജെയിംസ് ക്യൂറി ജൂനിയർ ആണ് ഇതിന്റെ പിന്നിലുള്ള ആള്. ഇനി ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ദ വെൽഫെയർ ഓഫ് ദ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി. ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇവർ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they will provide networking opportunities. Okay, ആരുമൊക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം with the government officials, diplomats, trade organizations from different sectors. ഇവരെല്ലാം തമ്മിൽ നെറ്റ്വർക്കിംഗ് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ അസോസിയേഷൻ എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ they provide research based policy advocacy role. അതായത് ഇവർ റിസർച്ച് നടത്തി കിട്ടിയ നോളജിന്റെ ബേസിസിൽ ആ പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്ത് എക്കണോമിക് ഗ്രോത്തിനായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ ചാനൽ ഇൻ ദ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാൻ, ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ, ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് PhD ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി? ഫസ്റ്റ് ഇസ് ഇന്റർനാഷണൽ ബിസിനസ്. See, they have got a separate International Affairs Committee and special country desks. അപ്പോൾ ഇതുവഴിയായിട്ട് they will process the information on trade inquiries and tender received from foreign mission in India and abroad. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഇവർക്ക് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു. അതുപോലെ ആവശ്യക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഫോറിൻ മിഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ടെൻഡേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ അറേഞ്ച് മീറ്റിംഗ്സ് വിത്ത് ഫോറിൻ ട്രേഡ് ഡെലിഗേറ്റ്സ് ആൻഡ് ഓർഗനൈസസ് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് ഫെയർസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഇപ്പോൾ ഫോറിൻ ഡെലിഗേറ്റ്സ് ആയിട്ട്, ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഫ്രം എബ്രോഡ്, അവരുമായിട്ട് ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യുക. ട്രേഡ് ഫെയർസ് ഇവിടെ ഇന്ത്യയിലുള്ളതായാലും എബ്രോഡുള്ളതായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മെമ്പേഴ്സിന് ഒരു അവസരം കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുന്നവരാണ്. സെക്കൻഡ്, ഗ്ലോബൽ കണക്ടിവിറ്റി. ഗ്ലോബൽ കണക്ടിവിറ്റി ആകുമ്പോഴത്തേക്കും ദ ചേംബർ സ്പോൺസേഴ്സ് ട്രേഡ് ഡെലിഗേഷൻ ടു ഡിഫറെൻറ്റ് കൺട്രീസ്
to explore possibilities for enhancing two-way trade, technical foreign collaborations, joint ventures, and technology transfers. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസിലോട്ട് നമ്മുടെ ഡെലിഗേറ്റ്സിനെ ഇവർ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്, ഡെലിഗേറ്റ്സിനെ വിടുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ കമ്പനിയായിട്ട് നമ്മുടെ കമ്പനീസിന് ജോയിന്റ് വെഞ്ചേഴ്സിൽ എൻഗേജ് ചെയ്യാനായിട്ടോ ഫോറിൻ കൊളാബറേഷൻസിലോട്ടോ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആൾക്കാരെ വിടുന്നുണ്ട്. Then international relations. See, through memorandum of understanding, MOU signed ചെയ്തിട്ടുണ്ട് with different important organizations, governmental agencies ഒക്കെ ആയിട്ട്. So they can engage in free trade. They can overcome the barriers. അങ്ങനെ international relationships engage ചെയ്യാനായിട്ട് they have created professional relationships with various organizations, government and governmental agencies. Last is export documentation. They are authorized by the government of India to issue certificate of origin. നേരത്തെ അവർക്കും ഉണ്ടായിരുന്നു റൈറ്റ് ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, എവർക്കും ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം ഇഷ്യൂ ചെയ്യുക, സർട്ടിഫൈ കമേഴ്ഷ്യൽ ഇൻവോയ്സസ്, റെക്കമെൻഡ് ഇഷ്യൂവൻസ് ഓഫ് വിസാസ് ടു ബിസിനസ്മെൻ, ഇതിനൊക്കെ ഉള്ള റൈറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ATA കാർണറ്റ്, അതായത് ടെമ്പററി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഇറക്കാനായിട്ട് അവർക്ക് റൈറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ റൂൾ ആയിട്ട് എടുത്തു പറയാനായിട്ടുള്ളത്. നൗ ദ ലാസ്റ്റ് ഇൻഡസ്ട്രി ബോഡി വിച്ച് വിൽ ബി ഡിസ്കസിങ് ഇൻ ദിസ് യൂണിറ്റ് ഇസ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്, നാസ്കോം. അപ്പൊ ദിസ് ഓൾസോ, ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്, ഫണ്ടഡ് ബൈ ദ ഇൻഡസ്ട്രി. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 It facilitates business and trade in software and services and encourages the advancement of research in software technology. അപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയറും സർവീസസും പ്രൊമോട്ട് ചെയ്യാനായിട്ടും റിസർച്ച് സോഫ്റ്റ്വെയർ ടെക്നോളജിയിൽ കൂടുതൽ റിസർച്ച് ചെയ്ത് അഡ്വാൻസ്മെന്റ്സിൽ എത്താനായിട്ടും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ടിന്റെ അടിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിൽഡ് എ ഗ്രോത്ത് ലെഡ് ആൻഡ് സസ്റ്റൈനബിൾ ടെക്നോളജി ആൻഡ് ബിസിനസ് സർവീസസ് സെക്ടർ ഇൻ ദ കൺട്രി. ഇപ്പൊ സർവീസ് സെക്ടറാണ്, ടെക്നോളജി ഡെവലപ്മെന്റ് വഴിയായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാനാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലാണ്, റീജിയണൽ ഓഫീസസ് പല സിറ്റീസിലായിട്ടുണ്ട്, ട്രിവാൻഡ്രത്തും ഉണ്ട്. ഓക്കെ, ഇൻ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, കൊൽക്കത്ത, മുംബൈ, പൂനെ, ട്രിവാൻഡ്രം, ഇവിടെയെല്ലാം റീജിയണൽ ഓഫീസസ് ഉണ്ട്. Okay, now we'll be discussing the role of NASCOM. What is the role that they play? The first one is business responsibility forum. See, as part of business responsibility forum, they are conducting various discussions. These discussions എന്തിനാണ് conduct ചെയ്യുന്നത്? To help the industry understand the need to move beyond traditional corporate social responsibility. അപ്പം നമുക്ക് ആസ് എ ബിസിനസ് വി ഹാവ് ഗോട്ട് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി സൊസൈറ്റി. അപ്പം നമ്മൾ പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുമ്പോഴത്തേക്കും വി ഷുഡ് ഗിവ് ബാക്ക് സംതിങ് ടു ദ സൊസൈറ്റി. അല്ലെ, വി ആർ ഗിവിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, വി ആർ ഗിവിംഗ് ഫണ്ട്സ് ഫോർ ചാരിറ്റി, വി ആർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ് വിച്ച് വിൽ ഹെൽപ്പ് ദി സൊസൈറ്റി. അപ്പം ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളല്ലാതെ ബിയോണ്ട് ദാറ്റ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഡിസ്കസ് ചെയ്ത് അതിനേക്കുള്ള നോളജ് ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് വൺ, ബിസിനസ് റെസ്പോൺസിബിലിറ്റി ഫോറം. സെക്കൻഡ് ഇസ് ഡിസബിലിറ്റി ഇനിഷ്യേറ്റീവ്. ഇതിന്റെ ഭാഗമായിട്ട് IT ഇൻഡസ്ട്രിയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റുമോ, ആക്സസിബിൾ ആയിട്ടുള്ള വർക്ക് പ്ലേസസ് അവർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയാണ് ഡിസബിലിറ്റി ഇനിഷ്യേറ്റീവിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈ കർത്തവ്യ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ദ കമ്പനീസ് ടു വോളണ്ടറിലി എൻഗേജ് ഇൻ എംപവറിംഗ് NGOs ത്രൂ ട്രെയിനിങ് ഓർ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്. അപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടോ അല്ലാതെയോ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും എംപവർ ചെയ്യാനായിട്ടും കമ്പനീസിനെ വോളണ്ടറിലി കം ഫോർവേഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് അവരുടെ നെക്സ്റ്റ് റോൾ. മൈ കർത്തവ്യ എന്നാണ് അവരതിനെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബിഗ് ബ്രിഡ്ജ്. ബിഗ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹാർഡ്വെയർ ഡൊണേഷൻ പ്രോഗ്രാം. അതായത് നമുക്കിപ്പം നോ ലോങ്ങർ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽസിനെയൊക്കെ എടുത്ത് ഈ വേസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്.
അപ്പൊ ഈ വേസ്റ്റ് നമ്മൾ ഇറസ്പോൺസിബിൾ ആയിട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഡംപ് ചെയ്യുന്നതിനെയും കെട്ടി ഇത് ആവശ്യമുള്ള എവിടെയെങ്കിലും കൊടുക്കുക. അണ്ടർസേർവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റത് വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഡൊണേറ്റ് ചെയ്യുക. ആൻഡ് ദയർബൈ ഈ വേസ്റ്റിനെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ബിഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഒബ്സലീറ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത കമ്പ്യൂട്ടേഴ്സ് എല്ലാം റീഫർബിഷ് ചെയ്തുകൊണ്ട് NGOസിനൊക്കെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. ദെൻ ബിഗ് ടെക് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ ഡൊണേഷൻ പ്രോഗ്രാം. ബിഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഹാർഡ്വെയർ ഡൊണേഷൻ ആണ്. സോഫ്റ്റ് ടെക് എന്ന് പറയുമ്പോൾ ബിഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡൊണേഷൻ പ്രോഗ്രാം ആണ്. ബിഗ് ടെക് ഇസ് എ സോഫ്റ്റ്വെയർ ഡൊണേഷൻ പ്രോഗ്രാം ഫോർ NGOs. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി NGOസിന്റെ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഈ സോഫ്റ്റ്വെയർസ് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ദെൻ നാസ്കോം സോഷ്യൽ ഇന്നോവേഷൻ ഫോറം. അപ്പോൾ ഇത് ഇസ് എയിം ടു ഹെൽപ്പ് കോർപ്പറേറ്റ്സ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ആൻഡ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ടു ഫെസിലിറ്റേറ്റ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ സൊസൈറ്റിനെ ബെനിഫിറ്റ് ചെയ്ത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനുമായിട്ട് കോർപ്പറേറ്റ്സിനെയും അതർ എൻറ്റിറ്റീസിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാസ്കോം സോഷ്യൽ ഇന്നോവേഷൻ ഫോറം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇമ്പാക്ട് സോഴ്സിംഗ്. It is a platform that helps in building an ecosystem to assist companies in the business process management industry to employ underserved communities. അപ്പോൾ നമുക്ക് ഈ താഴേക്കിടയിലുള്ള ആളുകളെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇമ്പാക്ട് സോഴ്സിംഗ്. അവരെ കുറച്ച് ജോലി ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അത് കളക്ട് ചെയ്താൽ അവർക്കും ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട്. ദെൻ ഡിസബിലിറ്റി ഇനിഷ്യേറ്റീവ്. ഇത് ഇൻഡസ്ട്രിയിലുള്ള ബാക്കി മറ്റേ നമ്മൾ IT സെക്ടറിലുള്ളവർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബിസിനസ് പ്ലേസസ് ആക്സസ് ചെയ്യാനും അവിടെ വന്ന് വർക്ക് ചെയ്യാനുമായിട്ട് ഉള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതിനാണ് ഡിസബിലിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ തന്നെ ഭാഗമായിട്ട് ബാക്കി ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. ദ നാസ്കോം നോളജ് നെറ്റ്വർക്ക്. The National E-Government's plan of the government has set up the Common Service Center scheme to provide content, services, information and knowledge to the rural masses at their doorstep. For this, the NASCOM Knowledge Network is exploring partnerships and setting up a network of telecenters for this purpose. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് അവരുടെ ഡോർസ്റ്റെപ്പിൽ തന്നെ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, സർവീസസ്, ഇൻഫർമേഷൻ, നോളജ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഇവർ പലവരുമായിട്ട് പാർട്ട്ണർഷിപ്സിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ദെൻ സ്കിൽസ് ഫോർ എംപ്ലോയ്മെന്റ്. അപ്പോൾ they are mainly focusing on developing the skills of the people. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഗവൺമെന്റ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ലേബേഴ്സിന് കുറവൊന്നുമില്ല, സ്കിൽഡ് ലേബേഴ്സിന്റെ കുറവാണ്. അവർക്ക് ആവശ്യമുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിൽസ് ഫോർ എംപ്ലോയ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അഡ്വക്കസി വർക്ക്. So they also they carries out advocacy work in coordination with service providers in local rural for IT BPM sector. അപ്പോൾ റൂറൽ ഏരിയാസിലും നമുക്ക് ടെക്നോളജി എത്തിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾക്കെല്ലാം ഇവർ സപ്പോർട്ടും ഹെൽപ്പും നൽകുന്നതായിരിക്കും. അപ്പം ഇത്രയും ആണ് മെയിൻ വെൽ നോൺ ഇൻഡസ്ട്രി ബോഡീസ് ഇൻ ഇന്ത്യ. അപ്പം ഇത് വെച്ച് നമ്മൾ ഫിഫ്ത്ത് യൂണിറ്റ്, ദാറ്റ് ഇസ് ദ first unit in your second book completed cheythu. We have got 2 more chapters in this book that we'll discuss in another class. Okay, thank you.